വാനപ്രസ്ഥത്തിൽ ഈ സീൻ. അച്ഛൻ തിരുവനന്തപുരത്ത് പൈങ്കുനി ഉത്സവത്തിന് കളിക്കാൻ പോവല്ലേ? രാജാവ് നേരിട്ട് വന്ന് കളി കാണുന്ന ഉത്സവം. മോള് വരുന്നോ മഹാരാജാവിനെ കാണാൻ? വലിയ കിരീടമൊക്കെ വെച്ച് ചെങ്കോല് പിടിച്ച് നല്ല പളപളപ്പുള്ള ഉടുപ്പൊക്കെ ഇട്ട് മഹാരാജാവിനെ കാണാൻ മോള് വരുന്നോ? ശ്രീനിവാസൻ, ലോഹിതദാസ്, MT വാസുദേവൻ നായർ, ഇവരെ പോലുള്ള ലെജൻഡറി റൈറ്റേഴ്സിന്റെ പടങ്ങൾ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു റൈറ്ററാണ് രഘുനാഥ് പാലേരി. ആളുടെ സ്ക്രീൻ പ്ലേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പടങ്ങളാണ്. ഒന്നാമത്തേത് 1986 രഘുനാഥ് പാലേരിന്റെ എഴുത്തും സംവിധാനം ചെയ്ത 1 മുതൽ 0 വരെ. മോഹൻലാല്, ആശാ ജയറാം, ഗീതു മോഹൻദാസ്, മുകേഷ്, സുരേഷ് ഗോപി, അങ്ങനെ കുറെ നല്ല ആക്ടേഴ്സ് ഉണ്ട്. ഗീതു മോഹൻദാസിന്റെ ഫസ്റ്റ് പടമാണ്, അതായത് ചെറിയ കുട്ടിയാകുമ്പോൾ അഭിനയിച്ച പടമാണ്. ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ്, അതേപോലെ മ്യൂസിക് എല്ലാം അത്ര അടിപൊളിയാണ്. ഇമോഷണലി അത്രയും കണക്ട് ചെയ്യുന്ന പടമാണ്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്, എന്തായാലും കണ്ടു നോക്കുക. രണ്ടാമത്തത് 1994 സത്യൻ അന്തിക്കാട് ഡയറക്ട് ചെയ്ത പിൻഗാമി. സ്ഥിരം കാണുന്ന സത്യൻ അന്തിക്കാട് പടങ്ങളിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ആക്ഷൻ ത്രില്ലറാണ് ഈ പടത്തിന്റെ ജോണർ. മോഹൻലാൽ, ജഗതി, കനക, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കുറെ നല്ല ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഉള്ള പടമാണ്. ഇതെന്തായാലും കണ്ടു നോക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. മൂന്നാമത്തത് 1999 ഷാജിയൻ കരുൺ ഡയറക്ട് ചെയ്ത വാനപ്രസ്ഥം. എല്ലാവരും ഈ പടം കണ്ടിട്ടുണ്ടാവും, കാരണം അത്ര അടിപൊളി പടമാണ്. മോഹൻലാല്, സുഹാസിനി, ബിന്ദു പണിക്കര്, അങ്ങനെ കുറേ നല്ല അടിപൊളി പെർഫോമൻസസ് ഉള്ള പടമാണ്. ഇത് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ 3 പടങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പടം ഏതാണെന്ന് കമന്റ് ചെയ്യുക.